എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മുടെ സിംഗപ്പൂർ എക്സ്പ്ലോറേഷൻ തുടങ്ങുകയാണ്. ഗാർഡൻസ് ബൈ ദ ബേ, യൂണിവേഴ്സൽ സ്റ്റുഡിയോ, സെൻറ്റോസ ബീച്ച്, ലിസ്റ്റ് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കാഴ്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് സിംഗപ്പൂരിനെ പറ്റി കുറച്ച് സാമൂഹ്യശാസ്ത്രം. എല്ലാവർക്കും അറിയുന്ന പോലെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു കുഞ്ഞൻ രാജ്യമാണ് സിംഗപ്പൂർ. ഏതാണ്ട് 60 ലക്ഷത്തിനടുത്ത് മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം. ജനസംഖ്യയുടെ 3/4 പങ്കും ചൈനീസാണ്. ബാക്കിയുള്ളത് മലയൻ, ഇന്ത്യൻ, പിന്നെ മറ്റുള്ള വിഭാഗങ്ങളും. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക ഭാഷകളും 4-ലേറെയുണ്ട്. ഇംഗ്ലീഷ്, മാൻഡറിൻ, ചൈനീസ്, മലയ്, പിന്നെ തമിഴും. കുഞ്ഞ രാജ്യമാണെങ്കിലും പുരോഗതിയുടെയും വികസനത്തിൻ്റെയും മാനുഷിക വളർച്ചയുടെയും കാര്യത്തിൽ മറ്റു രാജ്യങ്ങളെക്കാളൊക്കെ മുമ്പിലാണ് സിംഗപ്പൂർ. മാരിടൈം ട്രേഡ് അഥവാ സമുദ്ര വ്യാപാരമാണ് കാലങ്ങളായി സിംഗപ്പൂരിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും ലോക വ്യാപാരത്തിൻ്റെ ഭൂപടത്തിൽ സിംഗപ്പൂരിന് ഒരു സ്ഥാനമുണ്ട്. രാജേന്ദ്ര ചോളൻ ചോള സാമ്രാജ്യത്തിൻ്റെ നായകനായിരുന്ന സമയത്ത് പലതവണ സിംഗപ്പൂരിനെ ആക്രമിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ സുമാത്രൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു സിംഗപ്പൂർ. പിന്നെ വളരെ നാളുകൾ ബ്രിട്ടീഷ് കോളനിയായിരുന്നു. 2ാം ലോക മഹായുദ്ധ സമയത്ത് 1942 ജപ്പാൻ സിംഗപ്പൂർ കീഴടക്കി. യുദ്ധശേഷം ബ്രിട്ടൻ കോളനികൾക്ക് സ്വയംഭരണം നൽകി തുടങ്ങിയപ്പോൾ സിംഗപ്പൂരും സ്വതന്ത്രയായി. 1963 സിംഗപ്പൂർ മലയൻ ഫെഡറേഷനിൽ ജോയിൻ ചെയ്തെങ്കിലും 2 വർഷത്തിനകം അതിൽ നിന്നും പുറത്തായി. 1965 സിംഗപ്പൂർ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി. സിംഗപ്പൂർ, അതായത് സിംഹത്തിൻ്റെ നഗരം സിംഗപ്പൂറായി മാറി എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റിയുള്ളൊരു കൊച്ചു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും കാണണേ. ഇനി ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് കടക്കാം. മലേഷ്യയിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ ദൂരമേ ഉള്ളൂ ആകാശമാർഗം സിംഗപ്പൂരിലേക്ക്. ആദ്യത്തെ ദിവസം ഗാർഡൻസ് ബൈ ദ ബേ കാണാനാണ് ഞങ്ങൾ പോയത്. അതിനെ ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞുകൂടാ കേട്ടോ. ചെടികളും പൂക്കളും കൂടി ഒക്കെ ചേർന്നൊരു സ്വർഗം. ഒരുപാട് പൂന്തോട്ടങ്ങളും പച്ചപ്പും ഒക്കെ കൂടെ ചേർന്ന് സിംഗപ്പൂരിന് ഗാർഡൻ സിറ്റി എന്നൊരു പേര് നൽകിയിട്ടുണ്ട്. നഗരത്തിനുള്ളിൽ ഒരു പൂന്തോട്ടം എന്നുള്ള നിലയിൽ നിന്നും പൂന്തോട്ടത്തിനുള്ളിൽ ഒരു നഗരം എന്ന രീതിയിലേക്ക് മാറാനാണ് സിംഗപ്പൂർ ശ്രമിക്കുന്നത്. ഗാർഡൻസ് ബൈ ദ ബേ അതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് കാണാം. ഗാർഡൻസ് ബൈ ദ ബേയിലെ സവിശേഷതകൾ 3 എണ്ണമാണ്. ക്ലൗഡ് ഫോറസ്റ്റ്, ഫ്ലവർ ഡോം, പിന്നെ സൂപ്പർ ട്രീസും അതിനോട് ചേർന്നുള്ള OCBC സ്കൈവേയും. റെയിൻ ഫോറസ്റ്റ് അഥവാ മഴക്കാടുകൾ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ക്ലൗഡ് ഫോറസ്റ്റ് എന്ന് അധികം പേർ കേട്ടിട്ടുണ്ടാവില്ല. ക്ലൗഡ് ഫോറസ്റ്റ് എന്താ പറയുക, മേഘക്കാടുകൾ എന്നാണോ അറിയില്ല, ചുമ്മാ പറഞ്ഞ കേട്ടോ. മഴക്കാടുകൾ പോലെ തന്നെയാണ്, പക്ഷേ താഴത്തെ ലെവലിലുള്ള മേഘപാളികൾ ഒരു ആവരണം ഉണ്ടാക്കും. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിലും വ്യത്യാസം ഉണ്ടാകും. എന്തായാലും ഗാർഡൻസ് ബൈ ദ ബേയിലെ ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് കയറിയപ്പോഴാണ് അതെന്താണെന്നൊരു ധാരണയുണ്ടായത്. 35 മീറ്റർ നീളത്തിൽ ഒരു വെള്ളച്ചാട്ടം, അതിനു ചുറ്റും പല നിലകളിലായി പലതരം സസ്യജാലങ്ങളുടെ ഒരു വിസ്മയ ലോകം. ചൂടോ ഏതാണ്ട് 24-25 ഡിഗ്രി സെൽഷ്യസ് മാത്രം. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇൻഡോർ വാട്ടർഫോൾസ് 3 സിംഗപ്പൂരിലാണ്. അതിൽ 2ാമനാണ് ക്ലൗഡ് ഫോറസ്റ്റിലെ ഇക്കേമൻ. പലതരം എപ്പിഫൈറ്റ്സിനെ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച് ഒരു കുന്നിൻ്റെ രീതിയിലാണ് ക്ലൗഡ് ഫോറസ്റ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എപ്പിഫൈറ്റ്സ് എന്നാൽ ഒരു ചെടിയുടെ മുകളിൽ വസിക്കുന്ന മറ്റൊരു ചെടി, എന്നാൽ പരാന്നഭോജി അല്ലാത്തത്. ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാൽ ഫ്ലൈവീൽ ഉൾപ്പെടെയുള്ള സിംഗപ്പൂരിലെ അമ്പരചുംബികളുടെ ഒരു മനോഹര ദൃശ്യം നമുക്ക് കിട്ടും. ലോസ്റ്റ് വേൾഡ് എന്നാണ് ഏറ്റവും മുകളിലെ സെക്ഷൻ്റെ പേര്. മോസസ്, ഫേൺസ്, പിന്നെ മാംസഭുക്കുകളായ പിക്ചർ പ്ലാൻ, വീനസ് ഫ്ലൈ ട്രാപ്പ് ഒക്കെയാണ് ഇവിടെയുള്ളത്. അവിടുന്ന് താഴോട്ട് ഒരു പിരിയൻ ഗോവണി പോലെ ക്ലൗഡ് വാക്കാണ്. ക്ലൗഡ് വാക്ക് ഇറങ്ങി താഴോട്ട് വന്നാൽ വാട്ടർഫോൾ വ്യൂ ഉണ്ട്. ആ ജലധാരയുടെ ഭംഗി നമുക്ക് വളരെ അടുത്ത് നിന്ന് ആസ്വദിക്കാം. അതിനുശേഷം ഒരു ഗുഹാമുഖമാണ് കാവൾ. അതിനടുത്ത് തന്നെ ഒരു ക്രിസ്റ്റൽ മൗണ്ടൻ ഉണ്ട്. ഭൂമിയുടെ ഉൽപ്പത്തിയെപ്പറ്റിയും ഫോസിലുകളെ പറ്റിയൊക്കെയുള്ള കാഴ്ചകളാണ് അവിടെ. ജിയോളജിസ്റ്റുകൾക്ക് പറ്റിയൊരു സ്ഥലമാണത്. ക്രിസ്റ്റൽ മൗണ്ടനിൽ നിന്ന് ഒരു ട്രീ ടോപ്പ് വാക്കുണ്ട്. ഇരുവശങ്ങളിലും ആയിട്ട് ആ കുന്നിൻ്റെ പച്ചപ്പിൽ കാട്ടിലൂടെ നടക്കുന്ന പോലെ. അതിനുശേഷമുള്ള സീക്രട്ട് ഗാർഡനിൽ കുഞ്ഞു കുഞ്ഞു ഓർക്കിഡ്സ് ഉണ്ട്. നമുക്ക് മാഗ്നിഫൈങ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടേ അതിനെ കാണാൻ പറ്റുള്ളൂ.
പിന്നെ ഒരു ക്ലൗഡ് ഫോറസ്റ്റ് ഗാലറിയും ക്ലൗഡ് ഫോറസ്റ്റ് തിയേറ്ററും ഉണ്ട്. തിയേറ്ററിൽ പരിസ്ഥിതി സംരക്ഷണത്തിനെ പറ്റിയും ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയുള്ള ഷോർട്ട് ഫിലിംസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഗാലറിയിൽ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും കാലാവസ്ഥയുടെ കാര്യങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഓർക്കിഡ് ഹാവനിൽ ഓർക്കിഡ് പ്രേമികൾക്ക് പറ്റിയ സ്ഥലമാണ്. ഒരുപാട് തരം ഓർക്കിഡുകളും അവയെ പറ്റിയ വിശദീകരണങ്ങളാണ് അവിടെ അത്രയും. ഗാർഡൻസ് ബൈ ദ ബേയിൽ ഓരോ സീസണിലും പലതരം ഷോകളുണ്ടാവും. ഞങ്ങൾ ഏപ്രിൽ 7 അവിടെ എത്തിയത്. ഏപ്രിൽ 9 മുതൽ അസേലോസ് ഓഫ് ഷാങ്ഗ്രില എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരുക്കമാണ് താഴെ കാണുന്നത്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും മിസ്റ്റി അവേഴ്സ് ഉണ്ട്. ഇങ്ങനെ കൃത്രിമമായിട്ടൊരു ഫോഗ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ശരിക്കും മേഘങ്ങൾക്കിടയിൽ കൂടി നടക്കുന്ന ഒരു ഫീലാണ്. ചെടികളുടെ ലോകത്ത് നിന്നും അടുത്തതായി പൂക്കളുടെ വർണ്ണലോകത്തേക്ക്. ഫ്ലവർ ഡോം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഗ്ലാസ് ഗ്രീൻ ഹൗസാണ് ഫ്ലവർ ഡോമിലേത്. ക്ലൗഡ് ഫോറസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ടെമ്പറേച്ചർ ഏതാണ്ട് 23 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ നിലനിർത്തിയിരിക്കുകയാണ്. എൻട്രി ഡോറിന് അടുത്ത് തന്നെയുള്ള സെക്ഷനാണ് സക്യുലൻ ഗാർഡൻ. മരുഭൂമിയിൽ കാണപ്പെടുന്ന പലതരം ചെടികളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. പലതരം കള്ളിമുൾ ചെടികൾ, അലോസ്, അങ്ങനെ വരണ്ട പ്രദേശങ്ങളിൽ കാണുന്ന ഒരുപാട് ചെടികൾ. അടുത്തതായി ബോട്ടിൽ ട്രീസ്. കണ്ടാൽ അറിയാം അവർക്ക് ആ പേര് വന്ന എങ്ങനെയാണെന്ന്. ബോട്ടിൽ പോലെയാണ് അവരുടെ ഷേപ്പ്. മഡഗാസ്കർ മേഖലയിലാണ് ബോബാബ്സ് എന്നറിയപ്പെടുന്ന ഈ ചെടികൾ സാധാരണ കാണാറ്. ട്രീ ഓഫ് ലൈഫ് എന്ന് വരെ പറയാറുണ്ട്. കാരണം ആഫ്രിക്കൻ സവനയിൽ ജീവിതം നിലനിർത്തുന്നത് ഈ മരങ്ങളാണ്. ലോകത്തിലെ 5 പ്രധാന ആവാസ വ്യവസ്ഥകളിലെ പൂക്കളെല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും ഫ്ലവർ ഡോമിൽ. ഓസ്ട്രേലിയൻ ഗാർഡൻ, സൗത്ത് ആഫ്രിക്കൻ ഗാർഡൻ, സൗത്ത് അമേരിക്കൻ ഗാർഡൻ, മെഡിറ്ററേനിയൻ ഗാർഡൻ, കാലിഫോർണിയൻ ഗാർഡൻ, ഇങ്ങനെ 5 ഭൂഖണ്ഡങ്ങളിലെ പൂക്കൾ. ഫ്ലവർ ഡോമിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് ഒരു ഫ്ലവർ ഫീൽഡ് ഉണ്ട്. ഓരോ സീസണിലും പൂക്കുന്ന ചെടികളുടെ ഒരു ഷോ ഓരോ കാലത്ത് ഇവിടെയുണ്ട്. ഞങ്ങൾ പോയത് ഏപ്രിൽ ആദ്യമായിരുന്നു. ജാപ്പനീസ് ചെറി ബ്ലോസം ആയിരുന്നു അപ്പോഴത്തെ പ്രത്യേകത. സാക്കുറ എന്നാണ് ജാപ്പനീസ് ഭാഷയിൽ ചെറി ബ്ലോസത്തിന് പറയുന്നത്. ഇത്തവണത്തേത് 9ാമത്തെ സാക്കുറ ഷോയാണ് ഗാർഡൻ ബൈ ദ ബേയിൽ. ക്യോട്ടോയിലെ ഗോൾഡൻ പവലിയൻ്റെ മാതൃകയിൽ ഒരു ഇൻസ്റ്റലേഷൻ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ പവലിയൻ തുടങ്ങുന്നത് തന്നെ 1000 വർണ്ണക്കൊക്കുകളാൽ അലങ്കരിച്ച ഒരു കവാടത്തിൽ കൂടെയാണ്. ഈ കൊക്കുകൾ ജാപ്പനീസ് സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമുള്ളവയാണ്. രാത്രിയിൽ ആ പിങ്ക് പൂക്കൾ ഇങ്ങനെ വെളിച്ചത്തിൽ കുളിച്ച് സുന്ദരികളായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. മെയ് മാസത്തിൽ ഗാർഡൻസ് ബൈ ദ ബേയിൽ നടക്കുന്ന ഷോ തുലിപ് മാനി എന്ന് പേരിട്ട് തുലിപ് പൂക്കളുടെ ഒരു വിസ്മയ ലോകമാണ്. ക്ലൗഡ് ഫോറസ്റ്റിലാണെങ്കിലും ഫ്ലവർ ഡോമിലാണെങ്കിലും പലതരം പ്രതിമകളും ശില്പങ്ങളും ഒക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഇടയിൽ അവരൊക്കെ വളരെ ഭംഗിയായി ബ്ലെൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഇവയെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഗാർഡൻസ് ബൈ ദ ബേയിലെ 3ാമത്തെ സവിശേഷതയായ സൂപ്പർ ട്രീസിനെ പറ്റി പറയാം. നമ്മൾ സൂപ്പർമാൻ, സൂപ്പർ വുമൺ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സൂപ്പർ പവർ ഉള്ളവരാണ് ഈ സൂപ്പർ ട്രീസും. ശരിക്കുള്ള മരങ്ങളല്ല, കൃത്രിമ മരങ്ങളാണ്. പക്ഷെ ഓരോന്നും സ്വയം ഓരോ പൂന്തോട്ടങ്ങളെ പോലെ തന്നെയാണ്. തൂണ് പോലുള്ള മെയിൻ സ്ട്രക്ചർ മൊത്തം പലതരത്തിലുള്ള ചെടികൾ വളർത്തിയിരിക്കുന്നു. 12 വലിയ മരങ്ങൾ ചേർന്ന ഒരു സൂപ്പർ ട്രീ ഗ്രൂവും 2 വശങ്ങളിലായി 3 വീതം മരങ്ങൾ പ്രത്യേകവും. മൊത്തം 18 സൂപ്പർ ട്രീകളാണ് ഉള്ളത്. ഫ്ലവർ ഡോമിലും ക്ലൗഡ് ഫോറസ്റ്റിലുമുള്ള ചൂടുവായുവിനെ മൊത്തം പുറത്തേക്ക് കളയുന്ന എക്സോസ്റ്റ് കുഴലുകൾ ഈ സൂപ്പർ ട്രീസിലാണുള്ളത്. എല്ലാ ദിവസവും രാത്രി 7:45 മുതൽ 8:45 വരെ ഒരു ഷോ ഉണ്ട് ഇവിടെ, ഒരു ലൈറ്റ് ഷോ. ഗാർഡൻ റാപ്സഡി എന്നാണ് അതിൻ്റെ പേര്. ഏറ്റവും വലിയ 2 സൂപ്പർ ട്രീസ് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ആകാശപാതയാണ് OCBC സ്കൈവേ. ഇവിടെ നിന്ന് നോക്കിയാൽ ആ ഗാർഡൻസ് ബൈ ദ ബേയുടെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. OCBC സ്കൈവേയുടെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സൂപ്പർ ട്രീസ് ഫ്രീ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.
എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അഥവാ പരിസ്ഥിതിയുടെ സുസ്ഥിരത നിലനിർത്താനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാണ് ഗാർഡൻസ് ബൈ ദ ബേ നടത്തിക്കൊണ്ടു പോകുന്നത്. ഊർജത്തിൻ്റെ ഉപഭോഗം പരമാവധി കുറച്ച് തണുപ്പ് നിലനിർത്താനും വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്ലവർ ഡോമിൻ്റെയും ക്ലൗഡ് ഫോറസ്റ്റിൻ്റെയും ഒക്കെ മേൽക്കൂര പ്രത്യേകതരം ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ആ കൂളിംഗ് ഇഫക്റ്റ് നിലനിർത്തും. കൂടാതെ ക്ലൗഡ് ഫോറസ്റ്റിലെ ആ താപനില അങ്ങനെ നിലനിർത്താൻ വേണ്ടി തറയിലെ സ്ലാബുകൾ തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നൊരു മാർഗം വഴി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളവയാണത്രേ. രാത്രിയിൽ സൂപ്പർ ട്രീസിൻ്റെ വെളിച്ചത്തിന് ആവശ്യമായ വൈദ്യുതി മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നത് ആ പാർക്കിൽ അത്രയും വെച്ചിട്ടുള്ള സോളാർ പാനലുകളിൽ നിന്നാണ്. സൂപ്പർ ട്രീസിൻ്റെ മേലാപ്പുകളിലും വെച്ചിട്ടുണ്ട് സോളാർ ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ. പ്രകൃതിയും സാങ്കേതിക വിദ്യയും കൈകോർത്തു പിടിച്ച് നമ്മുടെ മുൻപിൽ കാണിക്കുന്ന എത്ര വിസ്മയങ്ങളാണെന്നോ ഗാർഡൻസ് ബൈ ദ ബേയിലുടനീളം. ശരിക്കും പ്രകൃതിയെ തൊട്ടറിയും പോലെയുണ്ട് ഇവിടുത്തെ ചെടികളൊക്കെ കണ്ടാൽ. നൂതന സാങ്കേതിക വിദ്യകളുടെ മേന്മകൾ മാത്രമല്ല, അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയുമായി ഒത്തുചേർന്ന് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഗാർഡൻസ് ബൈ ദ ബേ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചെടികളും പൂക്കളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സിംഗപ്പൂരിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഗാർഡൻസ് ബൈ ദ ബേ. ബാക്കി സിംഗപ്പൂർ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ഫ്രം സാരംഗി സ്പീക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.